അച്ഛനും അമ്മച്ചിയും എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മള് മൂന്നാർ എത്താൻ വഴിയുടെ 2-ാം മൈലോ ചോളം മേടിച്ചോ. മസാല ഇടാത്ത കുഞ്ഞൂസിനും പിള്ളേർക്കും എല്ലാം വേണമെങ്കിൽ അവൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മള് മൂന്നാറിലോട്ട് ഭയങ്കര മഞ്ഞാട്ടോ. ഞങ്ങള് ഇപ്പം എവിടെയാട്ടെ നമ്മളിപ്പോ നിക്കട്ടെ ഒരു മിനിറ്റ് വീഡിയോ എടുക്കട്ടെ. എവിടെയാട്ടെ നമ്മള് മൂന്നാറ് കഴിഞ്ഞു, മറയൂർ എത്താറായി. നമ്മള് അതിൻ്റെ ഇടയ്ക്ക് നല്ല തണുപ്പും നല്ല മഞ്ഞുമായിരുന്നു, അടിപൊളി സ്ഥലമായിരുന്നു. അപ്പോൾ നമുക്ക് മഞ്ഞൊക്കെ അടിച്ച് ഇങ്ങനെ എല്ലാവരും വർത്താനം പറഞ്ഞു പോയപ്പോൾ നമുക്ക് ഇടയ്ക്ക് നമ്മുടെ മാഗി കഴിക്കാൻ തോന്നി. അപ്പോൾ ഇങ്ങനെ 2-3 കഴിക്കാൻ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് നമ്മൾ സൈഡിൽ ഇവിടെ മാഗി കഴിക്കാൻ തോന്നി. അപ്പോൾ ഞാൻ നൈസായിട്ട് ഞാൻ പറഞ്ഞു മാഗി കഴിക്കണം ചേട്ടാ, ഈ മാഗി കഴിക്കണം. അപ്പോൾ പൊന്നൂസ് കേട്ടു എൻ്റെ ഇപ്പം നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതേ നൂഡിൽസ് കഴിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഒന്ന് വേണോ? ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് പോയപ്പോൾ ഞാൻ കണ്ണൂർ നിർത്തിയാണ് തിരിച്ചു അന്നേരം വെള്ളം എടുത്തോണ്ട് വരട്ടോ. നമ്മളങ്ങനെ പളനിയിലെത്തി, റൂമിലെത്തി. ഇതാണ് വെള്ളം എടുത്തോണ്ട് വരട്ടോ. വെള്ളം എടുത്തോണ്ട് വരട്ടെ. വെള്ളം ഇപ്പൊ കൊണ്ടുവരൂടെ പൊന്നെ എത്തൂലേ? ഇതൊരു റൂമാണ് കേട്ടോ. ഇതൊരു ഒരു റൂമും 2 ബെഡും ബാത്റൂമും AC ഉണ്ട്. അടിപൊളി റൂമാണ്. 2000 രൂപ. വെള്ളം നോക്കട്ടോടി പൊന്നെ. റൂമും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. പക്ഷെ നമ്മളോട് പറഞ്ഞു റൂം ഇതാണെന്ന് നമ്മളെ കാണിച്ചൊന്ന് ലഗേജൊക്കെ എടുത്തുകൊണ്ട് പോരേന്ന് അവർ പറഞ്ഞു. നമ്മൾ ലഗേജ് എടുത്തില്ല, റൂം എല്ലാവരും കൂടെ ഒന്ന് പോയി കാണാൻ വേണ്ടി ലഗേജ് ബാക്കിയുള്ളവർ എടുത്തോണ്ട് വന്നോളാം, നിങ്ങൾ റൂമിലോട്ട് നോക്കണം. നമ്മൾ റൂമിലോട്ട് കയറി വന്ന് ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നപ്പോഴേക്കും അവർ പറഞ്ഞു ഇതല്ലായിരുന്നു കേട്ടോ റൂം, ഇത് വേറെ ആരുടെ ബുക്ക് ചെയ്തതാണ്. അപ്പം നമ്മൾ പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി അവിടെ തന്നെ ഉള്ള വേറെ റൂം കാണിച്ചു തന്നു. പക്ഷെ അത്ര നല്ല റൂം ആയിരുന്നില്ല. അപ്പം നമ്മൾ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് വേറെ ഇതിലെല്ലാവരും ഓരോ സൈഡിൽ പോയി റൂം അന്വേഷിച്ച് നമ്മൾ വേറൊരു റൂം കണ്ടുപിടിച്ചു കേട്ടോ. പളനിയിലെത്തി അതുപോലെ മുടി വരും കേട്ടോ. ആ ശരി കണ്ടു ഇത്ര പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് റൂമൊക്കെ തപ്പി കണ്ടുപിടിച്ച് റൂമൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് കടന്നായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ എടുത്തില്ല, അപ്പോഴത്തേക്കും അടുത്തായിരുന്നു, വീഡിയോ എടുത്തില്ല. പിന്നെ പിറ്റേ ദിവസം വെളുപ്പിന് നമ്മളൊരു 3:30 ആയപ്പോഴേക്കും എണീറ്റ് റെഡിയായി. കുഞ്ഞിപ്പെണ്ണൊക്കെ നല്ല വെളുപ്പിന് നല്ല പോത്തുപോലെ കിടന്നുറങ്ങുമായിരുന്നു. പിന്നെ കുഞ്ഞിപ്പെണ്ണിനെയൊക്കെ ആണെങ്കിലും കുത്തിപ്പൊക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് തലക്കടൊക്കെ വെച്ചൊന്ന് വെള്ളം ചെറിയ രീതിക്ക് തളിച്ചു ഒന്ന് തുടച്ചൊക്കെ എടുത്താൽ നമ്മൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോയി. നല്ല തണുപ്പുണ്ടായിരുന്നു, ചൂടുവെള്ളം ഇല്ലായിരുന്നു. അപ്പോൾ പച്ചവെള്ളത്തിൽ തന്നെ രാവിലെ മുക്കാൻ കുഞ്ഞുങ്ങളല്ലേ, അതുകൊണ്ട്. പിന്നെ കുഞ്ഞിപ്പെണ്ണോട് ഞങ്ങൾ വീട്ടിലെ വെച്ചേ പറഞ്ഞായിരുന്നു മുടി മുട്ടയടിക്കാൻ പോവാണ്. പൊന്നൂസിന് മുടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടം മുടിയൊക്കെ ഇങ്ങനെ കെട്ടി ഹെയർ കളറൊക്കെ ചെയ്യണം. അതിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കളർ ചെയ്താൽ ഭയങ്കര ഇഷ്ടമാണ് കളറൊക്കെ ചെയ്യണേ. അപ്പം ഞങ്ങളിങ്ങനെ പറഞ്ഞു മുടി മുട്ടയടിച്ചാലേ മുടി വലിയ മുടി വളരുള്ളൂ, നീളുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു വേണ്ട എന്നാ മുടി ഒന്നും മുട്ട അടിക്കേണ്ട ആവശ്യം. പിന്നെ ഇങ്ങനെ ഡെയിലി പറഞ്ഞ് കൊച്ചു കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ പറഞ്ഞു മുടി നീളൂലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ കൊച്ചിന് ഇഷ്ടമായി. ഹായ് എന്നെ മുടി മുട്ടയടിച്ചിട്ട് നീളൂന്ന്. അങ്ങനെയൊക്കെ ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചാണ് നമ്മൾ കൊണ്ടുപോയത്. എനിക്കൊന്നും വേണ്ട. ദേ കാണുന്നതാണ് നമ്മുടെ അമ്പലം. നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങി കേട്ടോ. നമ്മൾ ഇന്നാലും വന്നപ്പോൾ കണ്ടില്ല ഒരു കുഞ്ഞി ചുന്തിരി അവിടെ നിൽക്കണേ. ഉണ്ട്, അച്ഛനുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മളത് മുട്ടയടിക്കാൻ കയറുവാണ്. നമ്മൾ ടോക്കനൊക്കെ എടുത്തു, ഇനി ഇരിക്കാൻ പോവാണ്. തൊട്ട് മുന്നേ ഉള്ള കോലാണ്.
നമ്മൾ മുട്ട അടിക്കുന്നതിന് മുന്നേ പറഞ്ഞ ആളേ അല്ലായിരുന്നു. അവിടെ ഇരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് മുട്ട അടിക്കണ്ടെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലെന്ന് വെച്ചാൽ ആ വീഡിയോക്കകത്ത് കണ്ടില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. അയ്യോ എൻ്റെ മുടി ഇങ്ങനെ ചാടി പോയിട്ട്, അയ്യോ എൻ്റെ മുടി പോയിട്ട് ഭയങ്കര വിഷമമാണ് പൊന്നൂസിന്. മുട്ടയൊക്കെ അടിച്ച് ആ സ്ഥലത്തുനിന്ന് അങ്ങ് മാറിക്കഴിഞ്ഞപ്പോഴാണ് കൊച്ചൊന്നും ഓക്കെ ആവണേ. സത്യം പറഞ്ഞാൽ മക്കളിങ്ങനെ കരയുമ്പോൾ നമുക്ക് ഈ സമയത്ത് എന്ത് ചെയ്യണം ദൈവമേ എന്ന് കൂട്ട് ആകെ വെപ്രോളം കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ചന്ദനൊന്നും തൂക്കാൻ വേണ്ടി കുഞ്ഞിപ്പണ് സമ്മതിക്കില്ലായിരുന്നു. ഓരോ രീതിയിൽ ഇങ്ങനെ കരച്ചിൽ മാറ്റാൻ വേണ്ടി നോക്കി. കുഞ്ഞിപ്പണ് വീഡിയോ എടുക്കണം ഇഷ്ടമായതുകൊണ്ട് ഇതേ നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എടുത്തിട്ടാണല്ലോ അതിന് അവിടെ നിന്ന് അങ്ങ് മാറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കളിപ്പാട്ടം മേടിച്ചു വിട്ടോ. അതുവരെ കുഞ്ഞിപ്പണ്ണൊരു വിഷമമാണ്. കളിപ്പാട്ടം കിട്ടിയപ്പോഴേക്കും സ്വഭാവം മാറി. പിന്നെ നമ്മൾ നേരെ പോയി തൊഴാൻ കയറി. നല്ല തിരക്കായിരുന്നു കേട്ടോ. മുകളിൽ മുട്ടയൊക്കെ അടിച്ച് നമ്മൾ കുഞ്ഞിപ്പണ്ണിൻ്റെ കരച്ചിലൊക്കെ മാറ്റി കളിപ്പാട്ടമൊക്കെ മേടിച്ച് വന്നപ്പോഴേക്കും ഒരു സമയമായിരുന്നു, നല്ലപോലെ സമയമായിരുന്നു. പിന്നെ വേഗം കയറി തൊഴാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് നട അടച്ചേക്കുമായിരുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് നട തുറന്ന് നമ്മൾ കയറണേ. നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ ഇനി അത്രയും പൊന്നൂസിനെ കണ്ടില്ല. മലയാളമുണ്ട്, പൊന്നൂസില്ല. അയ്യോ അയ്യോ നമ്മൾ വിശന്ന് കുടല് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ കയറി. അവിടെ ഒരു സെക്ഷൻ, ഇവിടെ ഒരു സെക്ഷൻ, ഇവിടെ ഒരു സെക്ഷൻ. നമ്മളങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു, ഇറങ്ങുവാണ്. എന്തോ നമ്മൾ ഇനി വീട്ടിൽ പോവാ ചക്കരെ, ഇനി വീട്ടിൽ പോവാ. അതിനകത്ത് കയറി പോവാ, പേടിക്കണ്ട. ചക്കരക്ക് നോക്കിക്കേ. അയ്യോ വീടല്ലേ, അയ്യോ അയ്യോ ഈ ചൂടിന് ഒന്നും കൊടുത്തില്ലല്ലോ. നമ്മളിപ്പോ എന്തിനാ ഇറങ്ങിയേ? പൊറോട്ട കഴിക്കാൻ. ഞാൻ ഇങ്ങനെ കേട്ടോ. നമ്മൾ അത്താത്തിന് എന്നാ തമിഴ്നാട് പൊറോട്ട തന്നെ വേണം. ഇവിടുത്തെ പൊറോട്ട ആണെങ്കിൽ അവിടുത്തെ പൊറോട്ട എനിക്ക് ഇവിടുത്തെ പൊറോട്ട മറ്റേ ആടിന്റെ കുറുമ അല്ലമ്മേ, ആടിന്റെ കുറുമയില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സാധനം അതെനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇന്ന് നോക്കട്ടെ. ഞാൻ നോക്കുന്നത് കൊച്ചേ തോന്നുന്നു, കണ്ണാടി കണ്ടപ്പോ. എനിക്ക് തമിഴ്നാട് പൊറോട്ടയും അതിനകത്ത് ഈ കറിയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് കഴിച്ചേക്കുന്ന ഫുഡുകളിൽ ഏറ്റവും ഇഷ്ടം ഇതാണ്. അതിൻ്റെ കറിയുടെ പേര് എനിക്കറിയില്ല, മറ്റേ ആട്ടിറച്ചി വെച്ചിട്ട് എന്തോ ഒരു സാധനം, അതെനിക്ക് ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. കുഞ്ഞ് പൊറോട്ട കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പൊറോട്ട ഇത് 3 എണ്ണം തിന്നാലും നമ്മൾ വയറില്ല. അത്രയും കുഞ്ഞ് പൊറോട്ട, കട്ടി ഉണ്ടാവും, വലിപ്പം ചെറുതാണ്, ചെറിയ പൊറോട്ട ഉണ്ട്, വലിപ്പം കുഞ്ഞതാണ്. അജിനെ ഓംലെറ്റ് വേണ്ടേ? ഞങ്ങൾ പറഞ്ഞു അല്ലേ? തമിഴ്നാട്ടിലോട്ട് അങ്ങ് കയറി കഴിഞ്ഞാൽ നിറച്ച് മയിലും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത്രയും അടുത്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും പീലിയുള്ള മയിലിനെ അങ്ങോട്ട് പോയപ്പോഴൊന്നും കണ്ടില്ലായിരുന്നു. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞിടയ്ക്ക് കോയമ്പത്തൂർ പോയപ്പോൾ അവിടെ വീടിൻ്റെ സൈഡിലൊരു മരത്തേൽ എപ്പോഴും 24 മണിക്കൂർ ഒരു മയിലിങ്ങനെ ഇരിപ്പുണ്ടായിരിക്കും. പക്ഷേ ഞങ്ങൾ അതിലിങ്ങനെ ചുറ്റും നടന്നൊക്കെ നോക്കി. നമ്മുടെ വീടിന് തൊട്ടടുത്തായിരുന്നു. മയിൽപ്പീലി ഉണ്ടെന്നൊക്കെ. മയിൽപ്പീലൊന്നും ഇല്ലായിരുന്നു, ചുമ്മാ നമ്മൾ നടന്നൊക്കെ പോയി നോക്കി. ഈ മയിലെ ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. പക്ഷേ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങിപ്പോയി ആ സമയത്തിന്. അതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണെ കാണിച്ചു കൊടുക്കാൻ പറ്റിയില്ല. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ മുട്ട ഇടിച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിയിലേക്കുമ്പോൾ പേടിയായിരുന്നു. അയ്യോ എൻ്റെ മുട്ടത്തല പൊട്ടിപ്പോയി, ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം തലയിൽ ആരെങ്കിലും പേടിച്ചിട്ട്. എന്തോ
ഉണ്ടാവൂല. പക്ഷെ അതാ പച്ചച്ചിരിക്കും. മാത്രമേ ചായ ആവുള്ളൂ. പച്ചയിട്ട് തിളപ്പിച്ച് ഒരു ടേസ്റ്റും ഇല്ല അല്ലേ? ടേസ്റ്റും ഇല്ല, ഒന്നുമില്ല. ചായ ആവും. ചവർപ്പ് പോലെ. ഹലോ ഗായ്സ്, വീണ്ടും നമ്മുടെ ഊത്ത വ്ളോഗ് എന്നൊക്കെ പറയണേ. മീശ സെറ്റ് ചെയ്തപ്പോ കുറച്ചുകൂടി ഗ്ലാമർ ആയ, കുറച്ചുകൂടി കട്ടി മീശയാക്കാല്ലേ. ഇതിപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നോണ്ടാണ് മീശ ഞാൻ നിർത്തി. അവിടെയൊക്കെ ഫുള്ള് ക്ലീൻ ഷേവ് അല്ലേ അബുദാബി. നമ്മൾ മൂന്നാർ എത്താറായപ്പോഴേക്കും നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേക്കും മഞ്ഞും കാര്യങ്ങളൊക്കെ പോകും. ചേട്ടൻ പറയുകയും ചെയ്തു, കണ്ടോ വീഡിയോ എടുത്തപ്പോൾ മഞ്ഞുള്ള സ്ഥലം പോയി, അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. ബാലൻസ് വീഡിയോ ഒന്നും എടുത്തില്ല, കാരണം അപ്പോഴത്തേക്കും മടുത്തു കുത്തി എല്ലാവരും അവിഞ്ഞായിരുന്നു. അപ്പോൾ ക്ഷീണമൊക്കെ ആയതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കണമാരും വിട്ടും പോയി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.